നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി നാളത്തേക്ക് മാറ്റി. സർക്കാർ നയമല്ല, നടപ്പിലാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് കോടതി. കേരളം ഹർജി നൽകുമോ എന്ന് കോടതി. പ്രവേശന നടപടികളെ ബാധിക്കുന്ന നടപടി എടുക്കില്ലെന്നും സുപ്രീം കോടതി. സ്കൂൾ സമയമാറ്റത്തിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ വീണ്ടും സമസ്ത. നിലപാടിൽ മാറ്റമില്ലെങ്കിൽ പിന്നെ ചർച്ച എന്തിനെന്ന് സമസ്ത സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും അവഗണിച്ചാൽ തിക്തഫലമെന്നും ഉമർ ഫൈസി. ആക്സിയം 4 ദൗത്യസംഘവുമായി ഡ്രാഗൺ ഗ്രേസ് പേടകം 3 മണിയോടെ ഭൂമിയിലിറങ്ങും. പേടകം ഇറങ്ങുക കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ. ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് കടക്കുന്ന നിർണായക ഘട്ടം ഉച്ചയ്ക്ക് 2 മണിയോടെ. 4-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്നത് 18 ദിവസത്തിന് ശേഷം. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായ നിയമനിർമ്മാണത്തിൽ നിലപാട് തിരുത്തി സംസ്ഥാന സർക്കാർ. പുതിയ നിയമത്തിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ. ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സ്പെഷ്യൽ കമ്മീഷണർ. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് റിപ്പോർട്ട്. കോഴിക്കോട് പന്തീരാങ്കാവ് സ്വകാര്യ ബാങ്ക് കവർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവ്. 39 ലക്ഷം രൂപ പ്രതി ഷിബിൻലാലിന്റെ വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കൊച്ചി നെട്ടൂരിൽ നടത്തിയ പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ച കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിച്ചത് കവർച്ചാ സംഘം. കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി നാളത്തേക്ക് മാറ്റി. സർക്കാർ നയമല്ല, നടപ്പിലാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി. കേരളം ഹർജി നൽകുമോ എന്നും കോടതി ആരാഞ്ഞു. സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾക്കു വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയെ അറിയിച്ചത്. വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ വാദിച്ചു. ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പ്രവേശന നടപടികളെ ബാധിക്കുന്ന നടപടി എടുക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട്. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് സമസ്ത. സമുദായത്തെ അവഗണിച്ചു മുന്നോട്ടു പോയാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് സമസ്തയുടെ മുന്നറിയിപ്പ്. സർക്കാരിനെതിരെ സമരം ശക്തമാക്കാൻ സമസ്ത EK ഏകോപന സമിതിയിൽ തീരുമാനമായി. സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയാവാമെങ്കിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതോടെ സമസ്ത നിലപാട് കടുപ്പിക്കുന്നു. സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള മദ്രസ ബോർഡാണ് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഇന്ന് കോഴിക്കോട് തുടരുന്ന യോഗത്തിലാണ് സമസ്ത നിലപാട് കടുപ്പിച്ചത്. സർക്കാർ നിലപാടിൽ മാറ്റമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ചയെന്ന് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഫൈസി ചോദിച്ചു. ചർച്ച ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. സ്കൂൾ സമയം രാവിലെ 15 മിനിറ്റ് നേരത്തെയാക്കിയത് മദ്രസ പഠനത്തെ ബാധിക്കുമെന്ന് സമസ്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. സമുദായ സംഘടനകളുമായി ആലോചിക്കാതെയാണ് സ്കൂൾ സമയമാറ്റം നടപ്പാക്കിയതെന്നായിരുന്നു സമസ്തയുടെ ആരോപണം. സ്കൂൾ കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുകയെന്ന് മന്ത്രി V ശിവൻകുട്ടി മറുപടി നൽകിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. സ്കൂൾ സമയമാറ്റ വിവാദത്തിൽ തുറന്ന ചർച്ച വേണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ ബന്ധപ്പെട്ട സംഘടനകളുമായി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നത് തീരുമാനം മാറ്റാനല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് സംഘടനകളുമായി ചർച്ച എന്നാണ്. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സർക്കാർ ഇത്തരം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തേണ്ടത് ആവശ്യമല്ലേ? അദ്ദേഹം ആദ്യം പറഞ്ഞ് ചർച്ച ചെയ്യില്ല, വീണ്ടും പിന്നെ പറയുന്നു ചർച്ച ചെയ്യുമെന്ന്. ഇപ്പം പറയുന്നു ചർച്ച തീരുമാനം മാറ്റാനല്ല, ബോധ്യപ്പെടുത്താനാണ്. പിന്നെന്തിനാ ചർച്ച? അവരൊക്കെ ബോധ്യമുള്ളത് കൊണ്ടല്ലേ സമരം ചെയ്യുന്നത്. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇക്കാര്യത്തിലൊക്കെ തികഞ്ഞ ബോധ്യമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി വേണം മുന്നോട്ട് പോകാൻ. അതാണ് സർക്കാർ ചെയ്യേണ്ടത്.
കേരള സർവകലാശാലയിൽ പോര് തുടരുകയാണ്. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ സർവകലാശാലയിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് വൈസ് ചാൻസലർ. അതേസമയം സസ്പെൻഷനിലായ KS അനിൽകുമാറും VC ചുമതല നൽകിയ മിനി കാപ്പനും ഓഫീസിലെത്തുന്നുണ്ട്. അതേസമയം KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീലിനുള്ള സാധ്യത തേടുകയാണ് രാജ്ഭവൻ. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. ആതിരയുണ്ട് വിവരങ്ങളുമായി. ആതിര, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നതാണ് കേരള സർവകലാശാലയിലെ ഭരണസ്തംഭനവും തുടർന്നുള്ള പോരുകളുമെല്ലാം. നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ സസ്പെൻഷനിലായ രജിസ്ട്രാറും വൈസ് ചാൻസലർ നിയമനം നൽകിയ രജിസ്ട്രാറും ഒക്കെ ഓഫീസിലെത്തിയോ? ഒപ്പം ഈ SFI ഒരു പ്രതിഷേധ മാർച്ച് നടത്തുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് തുടങ്ങിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? മായ, കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ VC പോര് നിലവിൽ തുടരുകയാണ്. അതിലൊരു മാറ്റവുമില്ല. രണ്ടുപേരും അവരുടെ നിലപാടുകളിൽ നിന്ന് ഒരു പടി പോലും വ്യതിചലിക്കാതെ ഇപ്പോഴും ആ നിലപാടുകളിൽ തന്നെ തുടരുകയാണ്. ഇന്നും KS അനിൽകുമാർ, സസ്പെൻഷനിലായ VC KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ന് SFI പ്രഖ്യാപിച്ച പ്രതിഷേധം അല്പസമയത്തിനകം ആരംഭിക്കും. ഏതായാലും ഇനിയും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരാനാണ് സാധ്യത. അതിനോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ VCയും ഇത്തരത്തിൽ ഇവരുടെ ഈ പ്രതിഷേധത്തിലും ഉൾപ്പെടെ പ്രതികരണം നൽകിയിരുന്നു. SFIക്കെതിരെയും സർക്കാരിനെതിരെയും കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഇന്നലെയൊക്കെ ഉന്നയിച്ചത്. ഏതായാലും ഇന്നും KS അനിൽകുമാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാതെ തന്നെയാണ് സിൻഡിക്കേറ്റും അതുപോലെ തന്നെ രജിസ്ട്രാറും തുടരുന്നത്. അതേസമയം തന്റെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിലാണ് VCയും ഉള്ളത്. പക്ഷേ ഇതിലൊക്കെ തന്നെ പ്രതിസന്ധിയിലാവുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളും അപേക്ഷകളും കെട്ടിക്കിടക്കുകയാണ്. ഇതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തീരുമാനവും ആയിട്ടില്ല. ഏകദേശം 2500ഓളം സർട്ടിഫിക്കറ്റുകളും അപേക്ഷകളുമാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഇന്നലത്തെ ഹൈക്കോടതി വിധിയാണ്. ഈ ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ ഇന്നലെ തള്ളിയിരുന്നു. ഡിവിഷൻ ബെഞ്ചാണ് ഇന്നലെ തള്ളിയത്. സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. നിലവിൽ ഈ രാജ്ഭവൻ വിഷയത്തിൽ സുപ്രീം കോടതി ഹർജി നൽകാൻ ഉള്ള ഒരുക്കത്തിലാണ്. നിയമോപദേശം ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ SFIയുടെ പ്രതിഷേധം അല്പസമയത്തിനകം ആരംഭിക്കും. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ശരി, കേരള സർവകലാശാലയിലെ ഭരണസ്തംഭനവും പോരും അതുപോലെ തന്നെ തുടരുകയാണ്. SFIയുടെ മാർച്ച് അല്പസമയത്തിനകം തുടങ്ങുകയും ചെയ്യും. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്ഭവനെ മാരാർജി ഭവനാക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സർവകലാശാല വിഷയത്തിൽ കോടതി വിധി സർക്കാർ നിലപാട് ശരിവെക്കുന്നതാണ്. ഗവർണറെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കം BJP ഇതര സർക്കാർ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ലെന്നും റിയാസ് കുറ്റപ്പെടുത്തി. ഇതിൽ സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിച്ച നിലപാട് നിയമപരമായി കൂടി കോടതി വിധിയോടുകൂടി ശരിവെച്ചിരിക്കുകയാണ്. അതായത് സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ കേരളത്തിൽ മാത്രമാണോ? BJP ഇതര സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്നിടങ്ങളിലൊക്കെ തന്നെ ഇത്തരം പദവികൾ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട കുത്തിവെക്കുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടന്നു വരികയാണ്. രാജ്ഭവനെ മാരാർജി ഭവനാക്കി മാറ്റി തീർക്കാനുള്ള ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അംഗീകരിക്കില്ല. ഇന്ത്യയിലെ BJP ഇതര സംസ്ഥാനങ്ങളിലും ഇത്തരം നിലപാട് വരുന്നുണ്ടല്ലോ. അവിടെയൊക്കെ കോൺഗ്രസ് ശക്തമായ പ്രസ്താവനയെങ്കിലും ഇറക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഗവർണർ സർക്കാർ പോരിൽ തകരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണെന്നും ആരുടെയും പക്ഷത്ത് ചേരുന്നില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ബാധിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിൽ അന്ന് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ ഗവർണറുടെ നടപടിക്കെതിരെ വിധി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി VCമാർ ഉൾപ്പെടെ ഇല്ലാത്തതിനാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം അവതാളത്തിലാണെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ തകർന്നു പോകുന്നത് ഉന്നത വിദ്യാഭ്യാസവും രംഗവും കേരളത്തിലെ വിദ്യാർത്ഥികളും. കുട്ടികൾക്ക് സമയത്ത് പരീക്ഷ നടത്താൻ കഴിയുന്നില്ല, സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല, സർവകലാശാലകളുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നു. ഇതിന് സർക്കാർ ഉത്തരവാദികളാണ്, ഗവർണർ ഉത്തരവാദിയാണ്. ഈ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം
കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഞങ്ങൾ ആരുടെയും ഭാഗത്ത് കക്ഷി ചേരുന്നില്ല. ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഗവർണർ പ്രവർത്തിക്കേണ്ടത് നിയമസഭ പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റും ഗവർണറും ഈ കാര്യത്തിൽ വിദ്യാർത്ഥികളെ ഓർത്തെങ്കിലും തമ്മിലുള്ള ഈ തമ്മിലടി അവസാനിപ്പിക്കണം. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരായ നിയമനിർമ്മാണത്തിൽ നിലപാട് തിരുത്തി സംസ്ഥാന സർക്കാർ. പുതിയ നിയമത്തിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാജേഷ്, ഈ പുതിയ നിയമനിർമ്മാണത്തിൽ നിലപാട് തിരുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ അറിയിച്ചത്? മുമ്പ് ഈ ഹർജി പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചത് ഇങ്ങനെ ഒരു ബില്ലിനെ കുറിച്ച് ആലോചിച്ചിരുന്നു, പക്ഷെ അത് നിയമത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഹർജി പരിഗണിച്ചപ്പോൾ ഒരു പുതിയ ബില്ല് പാസ്സാക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്നുള്ള അനുകൂല നിലപാടാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. പക്ഷേ ഇതിലൊരു ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം, ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ എങ്ങനെ സർക്കാർ വേർതിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഏതൊരാൾക്കും ഏത് വിശ്വാസത്തിലും ജീവിക്കുവാനുള്ള പൂർണ്ണ അവകാശവും മൗലികാവകാശമുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വിശ്വാസമാണ്, അത് അന്ധവിശ്വാസമാണെന്ന് സർക്കാരിന് എങ്ങനെ പറയാൻ കഴിയും? ഇതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണമായ ഒരു ബില്ലോ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണമോ ഇക്കാര്യത്തിൽ സാധ്യമാണെന്ന് വ്യക്തിപരമായിട്ടൊരു അഭിഭാഷകൻ നോക്കി എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും ഹൈക്കോടതി അങ്ങനെ എന്തെങ്കിലും ഈ അന്ധവിശ്വാസം എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം ഈ പലതരത്തിലുള്ള ഈ മൃഗബലി പോലെയൊക്കെ നടത്തുന്ന കാര്യങ്ങളും മനുഷ്യക്കുരുതി വരെ നടത്തുന്ന ചില കാര്യങ്ങളും ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരാളുടെ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും എങ്ങനെ വേർതിരിച്ച് ഒരു നിയമം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സർക്കാർ ഹൈക്കോടതി ഹർജി പരിഗണിച്ചപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ള അനുകൂല നിലപാട് അറിയിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു ബില്ലായിട്ട് പാസ്സാക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. എങ്കിലും ഇതിലെ ആശങ്കയും ഇതിലെ ഒരു ആശയക്കുഴപ്പവും ഇപ്പോഴും നിലനിൽക്കുകയാണ്. രാജേഷ്, മറ്റൊരു കാര്യം, ഈ ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ഈ ഹൈക്കോടതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കുകയാണ് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി. ഈ സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്? തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായും ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനമാണ് ADGPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ന്യായാധിപർ പോലും ശബരിമലയ്ക്ക് പോകുമ്പോൾ കാൽനടയായി തന്നെ കയറി, അല്ലെങ്കിൽ ഡോളി സംവിധാനമുണ്ട്, കാലിൽ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡോളിയിൽ കയറി പോകാം. പക്ഷെ ചരക്ക് നീക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാക്ടർ സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥർ അത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക, അറിയാതെ ചിലപ്പോൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവാം, അത് പുറത്തു വന്നിട്ടില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതരമായ അച്ചടക്കമാണ്. ഈ കാര്യം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ ഹൈക്കോടതിയിൽ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. തുടർ നടപടി ഹൈക്കോടതി സ്വീകരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി സ്വീകരിക്കാൻ വരെ ദേവസ്വം ബെഞ്ചിന് അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ തുടർ നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുമ്പോൾ മാത്രമാണ് എത്രമാത്രം ഗൗരവത്തോടുകൂടി കോടതി ഇതിനെ കണ്ടു എന്നുള്ളത്. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ പറയാൻ സാധിച്ചേക്കും. എങ്കിൽ പോലും ഡോളി സംവിധാനം ഉള്ളപ്പോൾ അത് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ട്രാക്ടർ ഉപയോഗിച്ചു എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കേണ്ടത്. ശരി, ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. അനർട്ടുമായി ബന്ധപ്പെട്ട PM കുസും സൗരോർജ്ജ പമ്പ് പദ്ധതിയിലെ അഴിമതി ആരോപണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭാ കമ്മിറ്റിയോ ഗവൺമെന്റ് നിയമിക്കുന്ന സ്വതന്ത്ര ഏജൻസിയോ അന്വേഷിക്കണം. അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിയുടെ CEOയ്ക്ക് അന്വേഷണ ചുമതല നൽകിയത് പരാതി അട്ടിമറിക്കാനാണ്. 240 കോടിയുടെ പദ്ധതിയിൽ ആകെ 100 കോടിയുടെ അഴിമതി നടന്നുവെന്ന് പറഞ്ഞ ചെന്നിത്തല വൈദ്യുതി മന്ത്രിയോട് പ്രധാനപ്പെട്ട 9 ചോദ്യങ്ങളും ഉന്നയിച്ചു. അനർട്ടുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ രമേശ് ചെന്നിത്തല പുറത്തുവിടണമെന്നായിരുന്നു വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ആവശ്യം. ഇതിനു പിന്നാലെയാണിപ്പോൾ വൈദ്യുതി മന്ത്രിയോട് 9 ചോദ്യങ്ങളുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്. 240 കോടിയുടെ ടെൻഡറാണ് അനർട്ട് CEO വിളിച്ചത്. 5 കോടി രൂപയുടെ ടെൻഡർ മാത്രം വിളിക്കാൻ അധികാരമുള്ള CEO എങ്ങനെയാണ് 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഒരു കമ്പനിക്ക് ടെൻഡറിൽ മാറ്റം വരുത്താനുള്ള അധികാരം പോലും CEO നൽകിയെന്നും ഈ വിഷയത്തിലെ അഴിമതി നിയമസഭാ സമിതിയോ ഗവൺമെന്റ് നിയമിക്കുന്ന സ്വതന്ത്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഒന്നും വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു.
ഇപ്പോൾ പത്രത്തിൽ കാണുന്നത് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ ഇത് അന്വേഷിക്കുമെന്ന് പറയുന്നു. ഏതായാലും ഇതേ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം അനിവാര്യമാണ്. പദ്ധതിക്കായി കേന്ദ്രത്തിൽ നിന്നും എത്ര തുക സബ്സിഡി കിട്ടി, എത്ര ചെലവഴിച്ചു, എത്ര തിരികെ നൽകി? അനർട്ടിന്റെ ഇ ടെൻഡർ ക്രിയേറ്റർ ഓപ്പണർ ചുമതലകൾ ഉണ്ടായിരിക്കെ രാജിവെച്ച് ഇവയിൽ ചേർന്ന താൽക്കാലിക ജീവനക്കാരനെ ടെൻഡറുകൾ സഹായിക്കാനുള്ള ചുമതലകൾ നൽകണമെന്ന് സിഇഒ ആവശ്യപ്പെട്ടിരുന്നു. തുടങ്ങിയ പ്രധാനപ്പെട്ട മറ്റ് നിരവധി ചോദ്യങ്ങളും രമേശ് ചെന്നിത്തല ഉന്നയിച്ചു. അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിയുടെ സിഇഒയ്ക്ക് അന്വേഷണ ചുമതല നൽകിയത് പരാതി അട്ടിമറിക്കാനാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അനർട്ടിന്റെ കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ ഇടപാടുകളും ഫോറൻസിക് ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ ധൈര്യമുണ്ടോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യ സംഘം ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ ഗ്രേസ് പേടകം ഇറങ്ങും. 4 അംഗ സംഘം മടങ്ങിയെത്തുന്നത് 18 ദിവസം നീണ്ട ഗവേഷണം പൂർത്തിയാക്കിയതിനു ശേഷമാണ്. നാസയുടെയും സ്പേസ് എക്സിന്റെയും മിഷൻ കൺട്രോളിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുത്തിയത്. വൈകിട്ടോടെ തുടങ്ങിയ അൺഡോക്കിംഗ് പ്രക്രിയയിൽ ത്രസ്റ്റർ ജ്വലനങ്ങൾ കൃത്യമായിരുന്നുവെന്നും പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അകലുകയാണെന്നും നാസ അധികൃതർ അറിയിച്ചു. ആക്സിയം 4 ദൗത്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് സ്പേസ് സ്റ്റേഷൻ ക്രൂവിനോട് കമാൻഡർ പെഗി വിറ്റ്സൺ നന്ദി രേഖപ്പെടുത്തി. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തുക. പേടകം കാലിഫോർണിയയ്ക്ക് സമീപം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിപ്പിച്ച പേടകത്തിന്റെ വേഗത ഘട്ടം ഘട്ടമായി കുറച്ച് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ കടലിലിറക്കുന്ന പ്രക്രിയയാണ് സ്പ്ലാഷ് ഡൗൺ. അതിനുശേഷം യാത്രികരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ബോട്ടുകളിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. ഭൂഗുരുത്വവുമായി പൊരുത്തപ്പെടുന്നതിനായി 7 ദിവസം ഇവർ അവിടെയായിരിക്കും. ജൂൺ 26-നാണ് ആക്സിയം സ്പേസിന്റെ ആക്സിയം 4 ദൗത്യം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആരംഭിച്ചത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് സംഘത്തിലുള്ളത്. ബഹിരാകാശ നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ മുളപ്പിക്കൽ പരീക്ഷണവും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കൊച്ചി നെട്ടൂരിൽ നടത്തിയ പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ച കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിച്ചത് കവർച്ചാ സംഘമെന്ന് സംശയം. സംഘത്തിലെ 3-ാമത്തെയാൾ പോലീസിൽ നിന്നും ചാടിപ്പോയിരുന്നു. ഇയാളെ പോലീസ് പിന്നീട് പിടികൂടി. സംഘത്തിലെ 2 പേരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിടിയിലായ 3-ാമൻ പോലീസിനെ വെട്ടിച്ചു കടന്നുകളയുകയായിരുന്നു. കഴിഞ്ഞ വർഷം തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മരട് SI സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചാടിപ്പോയ പ്രതിയെ പിടികൂടിയത്. മരട് SIയുടെ പ്രതികരണത്തിലേക്ക്. ഒരു ഇൻസ്ട്രക്ഷൻ തന്നൊന്ന് നോക്കാൻ പറഞ്ഞു. ഡിസൻറ്റിൽ വന്നതാണ്. ഏരിയ മുഴുവനും കവർ ചെയ്ത് നോക്കിയായിരുന്നു. റോഡിലൊക്കെ നോക്കി. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പിലുണ്ടാവുന്ന ഒരു ഐഡിയ തോന്നി. അങ്ങനെ അവിടെ എല്ലാം എത്തി നോക്കി. വീണ്ടും ഒരു ഗോഡൗണിൻ്റെ സൈഡിലൊരു മതിലിൻ്റെ അടുത്തുനിന്ന് നോക്കി. അപ്പോൾ ഇവിടുത്തെ മരട് സ്റ്റേഷനിൽ 2 മഫ്റ്റിയിൽ 2 പോലീസുകാരെ കൂട്ടി നോക്കിയ സമയത്ത് ആ മതിലിൻ്റെ സൈഡിൽ കൂടി പോയിട്ടുണ്ടാകുന്നൊരു കറക്റ്റ് സാധ്യത തോന്നി. അവിടെ ഒരു പുല്ല് മാറിക്കിടക്കുന്ന ഒരു ഇത് കണ്ടു. അതിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ ഇവരവിടെ കണ്ടു കറക്റ്റായിട്ട്. കണ്ട് അവർ ഓടി അവിടെ നിന്ന് ഓടി. ഞങ്ങൾ എല്ലാവരും കൂട്ടി നമ്മുടെ മരടിലെ SOG എൻ്റെ ടീമുണ്ട്. അവർ ഫസൽ, വിശാൽ, ഷിയാനുണ്ടായി. പിന്നെ ഇവിടുത്തെ പോലീസ് മരടിലെ ഓസ്ട്രേലിയക്കെതിരായ 3-ാം ടെസ്റ്റിൽ നാണം കെട്ട തോൽവിയുമായി വെസ്റ്റ് ഇൻഡീസ്. 204 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വിൻഡീസ് 27 റൺസിന് ഓൾ ഔട്ടായി. 7 പേർ ഒരു റൺ പോലും നേടാനാകാതെ പുറത്തായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങുന്ന പരമ്പര ഓസ്ട്രേലിയ തൂത്തുവാരി. വിൻഡീസ് നിരയ്ക്ക് കനത്ത പ്രഹരം നൽകിയത് മിച്ചൽ സ്റ്റാർക്സിന്റെ പ്രകടനമായിരുന്നു. 9 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റാണ് മിച്ചൽ സ്റ്റാർക്ക് വീഴ്ത്തിയത്. ഒപ്പം ടെസ്റ്റ് കരിയറിലെ 16-ാം ഫൈഫറും താരം സ്വന്തമാക്കി. ക്രിക്കറ്റിൽ ഒരു ബൗളർ ഒരു ഇന്നിംഗ്സിൽ 5-ഓ അതിലധികമോ വിക്കറ്റുകൾ നേടുന്നതാണ് ഫൈഫർ. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ഫൈഫർ സ്വന്തമാക്കാനും സ്റ്റാർക്കിന് കഴിഞ്ഞു. വെറും 15 പന്തിൽ നിന്നാണ് സ്റ്റാർക്ക് ഈ മിന്നും നേട്ടം സ്വന്തമാക്കിയത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.